ഏത് മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മിക്കവാറും ഇന്ന് ഉണ്ടാകും. വയനാട് ഒഴിയാനാണ് കൂടുതൽ സാധ്യത. യു പിയിലെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ റായ്ബറേലി നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. മണ്ഡലകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും എന്നും അറിയുന്നു. ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി. വയനാട് അദ്ദേഹം കൈവിടുമെന്നാണ് ഏതാണ്ട് ഉറപ്പായി എന്നാണ് വാർത്തകൾ വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ തന്നെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും, ഏത് ഉപേക്ഷിക്കും എന്ന കാര്യത്തിൽ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. വയനാടും റായ്ബറേലിയും ഒരുമിച്ച് ജയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടം 70 അനുസരിച്ച് 2 മണ്ഡലങ്ങളിൽ തുടരാനാകില്ല. 14 ദിവസത്തിനകം ഈ രണ്ടിടത്തും ജയിച്ച സ്ഥാനാർത്ഥി ഏത് മണ്ഡലം നിലനിർത്തണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇന്ന് ആ സമയപരിധി അവസാനിക്കുകയാണ്. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ഇക്കാര്യത്തിലുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഈ എസ്കേൻ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചതാണ് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികൾക്കും ഉണ്ട്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും പാർട്ടിയുടെ വളർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ തുടരണം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ വലിയൊരു വിഭാഗത്തിന്റെയും നിലപാട് ഉള്ളത്. അതേസമയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വൈകാരികമായ ഒരു അടുപ്പം വയനാട് മണ്ഡലവുമായി ഉണ്ട്. പ്രത്യേകിച്ച് തന്റെ പ്രതിസന്ധി കാലത്ത് ഈ അമേത്തി നഷ്ടപ്പെട്ട ഘട്ടത്തിലും വയനാട് ഒപ്പം നിന്നു. കൂടാതെ സഭാ അംഗത്വം സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിലും വയനാടിലെ ജനങ്ങൾ ഒപ്പം നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ 2 മണ്ഡലങ്ങളെയും വേദനിപ്പിക്കാത്ത തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാടിൽ മത്സരിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്.